ഒരു സെക്കൻഡായി ഞാൻ ഇന്നലെ ചെയ്ത പ്രോഗ്രാം ഒന്ന് നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് വരാം കേട്ടോ താഴേക്ക്. സ്ക്രീൻ ഈസ് വൈറ്റ്, ഫുൾ വൈറ്റ്. ഇന്നലെ ചെയ്യുന്നവരൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. സാറേ നോക്കി, സ്ക്രീൻ എന്തോ പ്രോബ്ലം ഉണ്ട്. നോക്കട്ടാ. ഫുൾ വൈറ്റ് ഇല്ല, ഞാൻ ഒരു സംഭവം എനിക്ക് തോന്നുന്നു സ്ക്രീൻ ഇസ് ഗോൺ, കറക്റ്റഡ്. കഴിഞ്ഞ ആഴ്ച പോലെ പെട്ടെന്നൊരു 3-4 ലൈൻസ് വന്നായിരുന്നു, പിന്നെ അത് പോയായിരുന്നു. എനിക്ക് തോന്നുന്നു സ്ക്രീൻ ഇസ് ഗോൺ, ഇറ്റ്സ് വെരി ഓൾഡ്. പ്ലീസ് ചെക്ക് ഇറ്റ് ദി സ്ക്രീൻ. ഐ വാണ്ട്സ് ദ കമ്പ്യൂട്ടർ വെരി ഫാസ്റ്റ്. സ്ക്രീൻ ഉണ്ട്, ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ആയതാലും ഇവിടെ ഊരിപ്പോന്ന് വരുന്നത്. വളരെ സ്ലോലി, കാരണം അത് പഴയ കമ്പ്യൂട്ടർ ആയതുകൊണ്ടേ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇത് വാങ്ങാൻ കിട്ടുമില്ല. കിട്ടോ? എല്ലാം വാങ്ങിക്കിട്ടും, എല്ലാ ഫ്രെയിമും വാങ്ങാൻ കിട്ടും. അതിനനുസരിച്ചുള്ള വിലയും കൊടുക്കും. അതൊക്കെ മാറ്റി വെക്കും. എന്നിട്ട് ഈ 2 ഹിഞ്ച് ഉണ്ട് കണ്ടോ, ഈ ഹിഞ്ച് കണ്ടോ, ഈ ഹിഞ്ചിലാണ് സ്ക്രൂ ചെയ്ത് ഈ സ്ക്രീൻ വെച്ചിരിക്കുന്നത്. ആ ഹിഞ്ച് നമുക്ക് അടിക്കാം, ഈ സൈഡിലാണ്. ഹിഞ്ചെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹിഞ്ച് നമ്മൾ അഴിക്കരുത്, ഹിഞ്ചിൽ നിന്ന് അഴിക്കണം. ഇതഴിച്ചു കഴിഞ്ഞാൽ ഹിഞ്ച് സൈഡിൽ സൈഡിൽ ചെറിയ 2 പൊടി സ്ക്രൂ ഉണ്ട്, കുഞ്ഞൻ സ്ക്രൂ ഉണ്ട്. ഒരു സൈഡിൽ 2 സ്ക്രൂ ഉണ്ടാവോ? അല്ല, അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. ഡെസ്ക്ടോപ്പ് പോലെയൊക്കെ ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. വെരി കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യണം. ഓരോ പാർട്സും വളരെ സ്മോളും ആണ്, സ്ക്രൂ വെക്കാൻ വളരെ വെരി സ്മോളാണ്, പിന്നെ കൺജസ്റ്റഡ് ആണ് എല്ലാ ഏരിയയും. ആ ക്യാമറ മറ്റൊന്നും അങ്ങനെ ഓരോരോ ഡിവൈസസും ഉണ്ട് ഓരോ സൈഡിൽ. സ്ക്രൂ അഴിച്ചെന്ന് വെച്ചാൽ സൈഡിൽ കൂടി നമുക്ക് പിടിക്കാൻ പറ്റില്ല. എടുക്കാം. ഇനി ഇത് കഴിക്കും, സ്ക്രൂ കഴിക്കും. ചൂടാ
മൂടണം. ഇനിയാണ് മെയിൻ പാർട്ടുള്ളത്. ഇനിയാണ് അതിൻ്റെ ഒന്നുമില്ല. ഈ പിന്ന് ഈ കണക്ടർ 30 പിന്നാണിത്. 30 പിൻ കണക്ടർ നമ്മൾ നമ്മുടെ അത് സ്ക്രീനിൽ മൂവ് ചെയ്യണം. ഊരിപ്പോകാണ്ടിരിക്കാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്ക് ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. കൈ വെച്ചൊന്നും ചെയ്യരുത്, അപ്പോൾ ഈ പിന്നെല്ലാം കുറഞ്ഞു. ഈ സ്ക്രീൻ ഫ്രീ ആയി. ഇനി ഇത് മറ്റേ ക്യാമറയിൽ ഫോക്കസ് ഈ സ്ക്രീൻ ഈ നമ്പർ മറ്റേ ക്യാമറ എടുക്കണം. മറ്റേ ഫോൺ ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഫുൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ കവർ ചെയ്തിട്ടല്ലേ ഉണ്ടോ? ഇതിന്റെ പശ പോയി. അപ്പോൾ പുതിയതാണല്ലോ. സെല്ലോ ടൈപ്പ് എടുത്തിട്ട് എന്തിന്റെ അതിന് പശ അതിന്റെ പഴയതിൻ്റെ പിന്നല്ലേ കണക്ടർ. ഓക്കെ, ഇങ്ങനെ ശരിക്കും ഇരിക്കുള്ളൂ. ഇനി പതുക്കെ ഇവനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ വയ്ക്കുക. ഇതും ബലമൊന്നും കൊടുക്കണ്ട. പഴയപോലെ സ്ക്രൂസ് തിരിച്ചില്ല. നമുക്ക് റിമൂവ് ചെയ്ത കേസൊക്കെ തിരിച്ചു തരണം അല്ലേ? സാമാനം ഇടട്ടെ. അതിൽ കുറച്ചകത്തി പിടിച്ചിട്ട് ഈ സ്ക്രൂ പറ്റണതല്ല. നല്ല ക്ഷമ വേണം ഈ കാര്യം ചെയ്യാനായിട്ട്. ഏറ്റവും ചെറിയ സ്ക്രൂസാണ്.
സ്ക്രൂ ഭയങ്കര ചെറുതാണ്, അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാഗ്നറ്റുള്ള അതൊക്കെ ഉള്ളത്. ലോക്കായിട്ട് കുറച്ച് ലോക്ക് ചെയ്തു. ഇപ്പം 2 സൈഡിലെയും സ്ക്രൂ നമ്മൾ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് ടോപ്പിൽ 2 ഹിഞ്ച്, ടോപ്പല്ല ഹിഞ്ച്, ഹിഞ്ച് ഇവിടെ ശരിക്കും പിടിപ്പിക്കണം. ഹിഞ്ച് പിടിപ്പിച്ചില്ലെങ്കിൽ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ ചാടിപ്പോകും. ഹിഞ്ചിലാണ് ഇതിൻ്റെ സ്ക്രീൻ ഇരിക്കുന്നത്. ഈ ഹിഞ്ച് പോകുന്നതനുസരിച്ച് സ്ക്രീൻ ഇരിക്കുന്നു. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെല്ലാം ഇട്ടു. പുതിയ സ്ക്രീൻ നമ്മൾ ഫിക്സ് ചെയ്തു. ഇപ്പോൾ പിന്നെ ഫ്രെയിം ഇടുക. ഞാൻ എൻ്റെ ഫ്രെയിം ഇട്ട് കൊടുക്കണം. 2 സ്ക്രൂ ഉണ്ട്, അത് മാത്രം എടുപ്പിക്കണം. അതൊക്കെ പ്രസ് ചെയ്താൽ മതി. ഞാൻ 2 സ്ക്രൂ ഇടുക. ശേഷം ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കല്ല ശരിക്കും ആയിക്കോളും. ലോക്ക് വീഴണ സൗണ്ട് കേൾക്കണല്ലേ? പ്രസ് ചെയ്യണം. വേണ്ട, ഇവിടുന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രസ്സായി. ഓക്കെ, ഇനി പതുക്കെ ബാറ്ററി ഇടുക. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ കേടാകുമ്പോഴേ നമുക്കൊരു വിഷമമാണ്. വർക്കെല്ലാം സ്റ്റോപ്പായി പോകില്ലേ? കണ്ടോ, നമ്മൾ ആദ്യം കണ്ടില്ലേ സ്ക്രീൻ വൈറ്റായി 6 കൈസൊക്കെയും മാറ്റി. ഇപ്പം നമ്മൾ പുതിയ സ്ക്രീൻ ഫിക്സ് ചെയ്തതാണ്. അല്ലേ? ബൂട്ട് മെനു വിതൗട്ട് റീസ്റ്റോർ ബൂട്ട് വേണം. കണ്ടിന്യൂ വിത്ത് സിസ്റ്റം റെസ്യൂം അത് മതിയോ? ഓക്കെ, എൻ്റർ അടിച്ചു. സ്റ്റാർട്ടിങ് വിൻഡോസ് കൊള്ളാം, നല്ല സ്ക്രീനാണ്. വെരി ഗുഡ്. നല്ല പുതിയതായതുകൊണ്ട് അതിൻ്റെ ഉണ്ടാവും വളരെ പെട്ടെന്നല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്ക്രീൻ സൂക്ഷിച്ച് ചെയ്യണമല്ലേ? എൻ്റെ പേര് സ്ക്രീൻ പുതിയത് വാങ്ങിച്ചിട്ട് ഒരു 3000 താഴെ വരുള്ളൂ. സ്ക്രീൻ വാങ്ങിച്ചിട്ട് ഇതുപോലെ പതുക്കെ അഴിച്ച് എടുത്ത് പുതിയ സ്ക്രീൻ ആ മോഡൽ നമ്പർ ഉണ്ടാവും. മോഡൽ നമ്പർ അനുസരിച്ചിട്ട് അത് നിങ്ങൾ
അതല്ല ഇത് വേറെ മോഡൽ നമ്പർ അനുസരിച്ചിട്ട് ഓർഡർ ചെയ്യേണ്ടത്. പുതിയ സ്ക്രീൻ ആയതുകൊണ്ട് കളറൊക്കെ നല്ല ഇതായിരിക്കും. പഴയ സ്ക്രീനാണെങ്കിൽ ഇതെല്ലാം ഒരു നേരിയ പച്ചപ്പുണ്ടാവും. ഉണ്ടാവും ഇങ്ങനെ ഇനിയും സ്ക്രീനുകൾ അടിക്കാണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.